നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിന് തിരിച്ചടിയായിട്ട് ഇറാനിൽ വ്യോമാക്രമണം നടത്തിയതായി സ്ഥിരീകരിച്ചിരിക്കുന്നു പാകിസ്ഥാൻ. ആക്രമണത്തിൽ 4 കുട്ടികളും 3 സ്ത്രീകളും കൊല്ലപ്പെട്ടതായി ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇറാനിലെ സിസ്താൻ, ബലൂചിസ്ഥാൻ പ്രവിശ്യകളിലെ ഭീകരരുടെ ഒളിത്താവളങ്ങൾ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്ന് പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. മാർഗ്ബാർ സർമാജാർ എന്ന രഹസ്യനാമത്തിലുള്ള ഓപ്പറേഷനിൽ നിരവധി ഭീകരർ കൊല്ലപ്പെട്ടതായി പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ പ്രസ്താവനയിൽ പറയുന്നു. പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ പ്രസ്താവന ഇപ്രകാരമാണ്: ഇന്ന് രാവിലെ ഇറാനിലെ നിസ്താൻ, ബലൂചിസ്ഥാൻ പ്രവിശ്യകളിലെ ഭീകരരുടെ ഒളിത്താവളങ്ങൾക്ക് നേരെ പാകിസ്ഥാൻ തുടരാക്രമണങ്ങൾ നടത്തി. മാർഗ്ബാർ സർമജാർ എന്ന രഹസ്യനാമത്തിൽ നടത്തിയ ഇൻ്റലിജൻസ് ഓപ്പറേഷനിൽ നിരവധി ഭീകരർ കൊല്ലപ്പെട്ടു. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇറാനുമായുള്ള ഞങ്ങളുടെ ബന്ധത്തിൽ സർമജാർ എന്ന് വിളിക്കുന്ന പാകിസ്ഥാൻ വംശജരായ ഭീകരരുടെ താവളങ്ങളെയും സങ്കേതങ്ങളെയും കുറിച്ചുള്ള ഗുരുതരമായ ആശങ്കകൾ പാകിസ്ഥാൻ സ്ഥിരമായി പങ്കുവച്ചിരുന്നു. ഈ ഭീകരരുടെ സാന്നിധ്യവും പ്രവർത്തന രീതികളും വ്യക്തമാക്കുന്ന ഒന്നിലധികം രേഖകളും പങ്കുവച്ചിരുന്നു. ഞങ്ങളുടെ ഗുരുതരമായ ആശങ്കകളിൽ നടപടിയെടുക്കാത്തതിനെ തുടർന്ന് സർമജാർ നിരപരാധികളായ പാകിസ്ഥാനികളുടെ രക്തം ചൊരിയുന്നതിൽ തുടർന്നു. സർമജാറുടെ തീവ്രവാദ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള രഹസ്യാന്വേഷണത്തിൻ്റെ വെളിച്ചത്തിലാണ് ഇന്നുണ്ടായ നടപടി. എല്ലാ ഭീഷണികളിൽ നിന്നും രാജ്യത്തെ സംരക്ഷിക്കാനുള്ള പാകിസ്ഥാൻ്റെ അചഞ്ചലമായ ദൃഢനിശ്ചയം പ്രകടിപ്പിക്കുന്നതാണ് ഈ നടപടി. വളരെ സങ്കീർണമായ ഓപ്പറേഷൻ്റെ വിജയകരമായ നിർവഹണം പാകിസ്ഥാൻ സായുധ സേനയുടെ പ്രൊഫഷണലിസത്തിൻ്റെ തെളിവ് കൂടിയാണ്. ജനങ്ങളുടെ സുരക്ഷ സംരക്ഷിക്കുന്നതിനാവശ്യമായ എല്ലാ നടപടികളും പാകിസ്ഥാൻ തുടരും. ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ്റെ പരമാധികാരത്തെയും പ്രാദേശിക സമഗ്രതയെയും പാകിസ്ഥാൻ പൂർണ്ണമായും മാനിക്കുന്നു. ഈ നടപടിയുടെ ഏക ലക്ഷ്യം പാകിസ്ഥാൻ്റെ സ്വന്തം സുരക്ഷയും ദേശീയ താൽപ്പര്യവും സംരക്ഷിക്കുക മാത്രമാണ്. അത് പരമപ്രധാനവും വിട്ടുവീഴ്ച ചെയ്യാനാവാത്തതുമാണ്.